മഹാനായ കാപ്പിത്തങ്ങൾ ഉപ്പാപ്പ നവറുല്ലാഹു മർക്കദുഹു മഹാനവർകൾ വഫാത്തായിട്ട് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 2016 സെപ്റ്റംബർ 29 മഹാനായ കാപ്പിത്തങ്ങൾ ഉപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മഹാനവറുകൾ പ്രത്യേകമായൊരു ഹാലിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി കാപ്പി ചോദിക്കുക പതിവായിരുന്നു. ആ വീട്ടുകാർ മഹാനവറുകൾക്ക് കാപ്പി കൊടുത്താൽ പിന്നീട് ആ വീട്ടുകാരുടെ കാപ്പി കൃഷിയിൽ വലിയ ബറക്കത്തും പുരോഗതിയും കാണാറുണ്ട്. എന്നാൽ തിരിച്ച് മഹാനവറുകൾ കാപ്പി ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന വീട്ടുകാർക്ക് കാപ്പി കൃഷിയിൽ വലിയ നഷ്ടവും വലിയ കുറവും സംഭവിച്ചതായും അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ കൂടെ സിയാറത്തിലുണ്ടായിരുന്ന വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി ബഹുമാനപ്പെട്ട മൊയ്തീൻ മുസ്ലിയാർ കാപ്പിത്തങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കലൊക്കെ ഉണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. സംസാരിക്കൽ എന്തായിരിക്കും എന്നുള്ളത് ഇത് കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാപ്പിത്തങ്ങളെ ഇനി ചായത്തങ്ങള്, പായസത്തങ്ങള്, അതുപോലെ തന്നെ പെപ്സി തങ്ങള്, കോളത്തങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരും. ഒരു വീട്ടിൽ പോയിട്ട് കാപ്പി ചോദിച്ചാൽ കാപ്പി കൊടുത്താൽ ഓലിക്ക് ഭയങ്കര വർധനവാണ്. കൊടുത്തിട്ടില്ലെങ്കിലോ ഓലിക്ക് പിന്നെ കച്ചവടം തന്നെ അല്ല, ഓലിക്ക് കാപ്പി വിളയുന്നല്ല. കാപ്പിയുടെ വിളവ് നിശ്ചയിക്കുന്നത് തങ്ങളല്ല മുസ്ലിയാരെ. കാപ്പിയുടെ വിളവ് നിശ്ചയിക്കുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബ് കൊടുത്താല് ഓനിക്ക് കിട്ടും. പിന്നെ ഒരേ പ്രദേശത്ത് തന്നെ ഒരു തോട്ടത്തില് കാപ്പി വിളയൂല, മറ്റൊരു തോട്ടത്തില് ഇങ്ങനെ പുറുപുറുന്നനെ വിളയാണ്. എന്ത് നോണയാണ് ഈ പറയണത്? മൂപ്പർക്ക് കാപ്പി കുടിക്കാൻ മുട്ടിക്കഴിഞ്ഞാല് പോക്കറ്റിൽ നിന്ന് 10 ഉറുപ്പ്യ എടുത്തിട്ട് അടുത്ത ചായക്കടയിൽ പോയ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ അത് ചോദിച്ചാൽ കടക്കാരൻ കൊടുക്കും, അത് കുടിച്ചിട്ട് പോരാ. ഇനി അല്ല കാപ്പി പൊടിയാണ് വേണ്ടതെങ്കിൽ അത് പൈസ കൊടുത്ത കടകളിൽ കിട്ടൂലേ അല്ലേ? ഇനി പൈസ അല്ലാത്ത സാധു ആണെങ്കിൽ ഒരു ലേസം കാപ്പിപ്പൊടി തരുമോ എന്ന് ചോദിച്ചാൽ ആരും കൊടുക്കും. ഇനി അവിടെ കാപ്പിപ്പൊടി ഇല്ല അല്ലെങ്കിൽ കൊടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഓലെ കാപ്പി കൃഷിയൊക്കെ പാടെ വൃതാവിലാക്കാന് ആകെ പിടുത്തം പിടിപ്പിക്കാൻ ഇയാൾ ആരുമല്ല. വെറുതെ നുണ പറയാണ്. ഒരു മയ്യത്ത് കിട്ടി. ഇനി ആ മയ്യത്തിന് അവിടെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോ ഒരു ഷീറ്റ് വെച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഷീറ്റിന്റെ അപ്പുറത്താണ് സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് ഇതിന്റെ ഉള്ളിൽ 4 ഓരം തവാഫ് ചെയ്യാനും കടന്നുരുളാനും ഒക്കെ ഉള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. സ്ത്രീകള് ആ മരയുടെ അപ്പുറത്ത് വന്നിട്ട് കടന്നുരുണ്ടോളണം. ഇതാണ് ആ കാപ്പി തങ്ങളുടെ കറാമത്തിന്റെ ബാക്കി പത്രം ഉള്ളത്. കാപ്പി തങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് കോട്ടിമാറ്റിക്കൊണ്ട് അത് അവരുടെ ആവശ്യങ്ങളിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളും വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ കാര്യലാഭത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, പണ സമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരു ജാറം വെച്ചുകൊണ്ട് അവിടെ പൈസ ഇട്ടുകൊണ്ട് അവിടെ ഉറൂസ് നടത്തിക്കൊണ്ട് അവിടെ ആ കാട്ടിക്കൂട്ടുന്ന കളികള് അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് ഇനി മമ്മൂട്ടി മുസ്ലിയാരുടെ ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുവാനുള്ളത്. ഒരു TV പ്രോഗ്രാം, ഒരു ഇന്റർവ്യൂ മോഡലിലുള്ള ഒരു പ്രോഗ്രാമാണ്. കാണുക. പല കാര്യങ്ങളും പല സത്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. റബ്ബ് നമ്മെ സത്യമായിട്ട് മനസ്സിലാക്കുവാനും അസത്യത്തിൽ നിന്ന് മുഖം ധരിക്കുവാനും അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്ത നിലയ്ക്ക് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായിക്കൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് യാത്രയാകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുവാനുള്ളത്. മമ്മൂട്ടി മുസ്ലിയാരുടെ വീഡിയോയിലേക്ക്. ഒരു 4-5 വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഉസ്താദ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞാൻ ഈ ആദർശത്തിൽ തുടരണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് തുടരുന്നത്. പക്ഷെ അതിലൊരു 4-5 വർഷം എന്ന് പറയുന്നത് വലിയൊരു ദീർഘമായ ഒരു കാലാവധിയാണ്. അതിനിടയിലേക്ക് ഏറ്റവും വേദനിപ്പിച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഞാൻ ഇതിൻ്റെ തുടർന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നരകസ്വർഗത്തിലുള്ള തീരുമാനമാവും, ഇതിൽ നിന്നും വഴിമാറി നടന്നേ പറ്റൂ എന്ന് ചിന്തിച്ച ഒരു വിഷയം എന്തായിരിക്കും? സമസ്തക്കാർ വളരെ പുണ്യകരമായി കൊണ്ടുനടക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിലൊന്നാണ് മൗലൂദ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ നബിദിനാഘോഷം ഗംഭീരമായി നടത്തി മഹലിൽ എവിടെ എന്നെ വിളിച്ചാലും ഞാൻ അവിടേക്കൊക്കെ മൗലൂദ് കഴിക്കാനും ഓതാനൊക്കെ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ എതിർപ്പുള്ള കുറേ ആളുകൾ അന്ന് നമ്മളെ മഹലിലുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഇതാ മൗലൂദിൽ എങ്ങനെ ഉണ്ടല്ലോ, നിങ്ങളതെങ്ങനെ ചെല്ലുക, അത് ശിർക്കല്ലേ എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും. അതിൽ എന്നെ വളരെ ഇപ്പോഴും മനസ്സിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ഇപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് ആളുകളോട് തുറന്നു പറയുന്നില്ല എന്ന് ചിന്തിപ്പിച്ചൊരു സംഗതി മൗലൂദിലുള്ള ഒരു കഥയാണ്. അന്നത്തെ ഉസ്താദുമാരായിരുന്ന MA ഉസ്താദുണ്ട്. MA ഉസ്താദ് എന്ന് പറഞ്ഞാൽ കാന്തപുരം വിഭാഗത്തിൻ്റെ വലിയ ഇവരുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹെഡായിരുന്നു അന്ന്.
അദ്ദേഹം സയദി കോളേജ്, ഇന്നത്തെ സയദികളൊക്കെ പഠിക്കുന്ന ദേളി, കാസർഗോഡ് ദേളിയിൽ വലിയൊരു കോളേജാണ്. അപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്ന ആളുകൾ എന്നോട് ചോദിച്ചത്, ഈ മൗലിദ് കിതാബിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞിട്ട് കേട്ടില്ല എന്നുള്ളൊരു രംഗമുണ്ടല്ലോ, അങ്ങനെ ഒരു വാചകം ഉണ്ടോ ഇതിൽ? അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം ലാ യഅ്സൂനല്ലാഹ മാ അമറഹും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹ് കൽപ്പിച്ചതിനൊരിക്കലും മലക്കുകൾ എന്ത് ചെയ്യില്ല, എതിര് കാണിക്കില്ല എന്നാണ്. അപ്പോൾ അതിന് നേരെ വിപരീതം മൗലിദ് കിതാബിലുണ്ട്. മൗലിദ് കിതാബിൽ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം പിന്നോട് അള്ളാഹു കൽപ്പിച്ചത് എന്ത് ചെയ്യുന്നില്ല, ജിബ്രീൽ അനുസരിക്കുന്നില്ല എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയം ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാമെന്ന് എന്നോട് ചോദിച്ച ആൾക്കാരോട് പറഞ്ഞു. ഞാനിത് ഈ സൈദിയ കോളേജിലേക്ക് പോകുന്നു, അവിടെ ഉസ്താദിനെ കാണുന്നു, എം എ ഉസ്താദിനെ കാണുന്നു. അപ്പോൾ ഉസ്താദ് ദർസിലായിരുന്നു. റൂമിലേക്ക് എത്തി, ഞാൻ അവിടെ പോയി, എൻ്റെ കയ്യിൽ മൗലൂദ് കിതാബുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ മൗലൂദിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്ക് ജിബ്രീലിനെ സൃഷ്ടിച്ചു, എന്നിട്ട് ജിബ്രീലിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ കൂട്ടാക്കിയില്ല, അനുസരിച്ചില്ല എന്നാണ്. അപ്പോൾ ഇന്നിത് ഉസ്താദ്മാരോട് ചോദിച്ചാൽ അത് ആ മൗലൂദൊന്നും ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷേ എം ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല. എം ഉസ്താദിനോട് പറഞ്ഞത് അതൊക്കെ ആലമുൽ അർവാഹിൽ നടക്കുന്ന സംഗതിയാണ്. ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ ആത്മീയ ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പണ്ഡിതന്മാരങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മളതിനെ നിഷേധിക്കാനൊന്നും പോകണ്ട. അങ്ങനെ ഒരു ഒഴുക്ക മറുപടിയായിരുന്നു. പക്ഷേ ഉസ്താദ് നമുക്ക് അവിടെ നിന്ന് ചോദ്യം ചെയ്യാനൊന്നും പറ്റൂലല്ലോ. എൻ്റെ മനസ്സിൽ പക്ഷേ എൻ്റെ സംശയങ്ങളൊന്നും തീർന്നില്ല. കാരണം ആലമുൽ അർവാഹിൽ നടക്കുന്ന ഒരു സംഗതി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചത്. എന്ത് വിശ്വസിക്കണം? ആത്മീയ ലോകത്ത് മലക്കുകളോട് അള്ളാഹു പറഞ്ഞാൽ അതങ്ങനെ തന്നെ അനുസരിക്കുന്നതാണ് ഖുർആൻ പറയുന്നത് സൂറത്ത് തഹ്രീമിൽ. പക്ഷേ ഇവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ പറയുന്നു. ജിബ്രീൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ കൂട്ടാകുന്നില്ല. ഇത് പാടിപ്പറയുന്ന ആൾക്ക് കൂലി കിട്ടുന്നതാണെന്നല്ലോ വിശ്വസിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ വിശ്വാസത്തിനെതിരാണ്, ആദർശത്തിനെതിരാണ്, ഖുർആനിനെതിരാണ്. അത് ചൊല്ലണ്ടെന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉസ്താദുമാരത് പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഇന്ന് അതിനെ തള്ളിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഈ മൗലിദ് ഈ പരാമർശമുള്ള മൗലിദുകൾ തന്നെ നമ്മൾ ഓതിയിട്ടുണ്ട് പല വീടുകളിലും. അപ്പോൾ അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. കാരണം എന്തിനാണ് ഇത്? മദ്ഹാണെന്നാണ് പറയാറുള്ളത്. ജനങ്ങളിത് പറയുന്നത് ഇത് പ്രകീർത്തനമാണ്, മദ്ഹാണ്, സ്വലാത്താണ് എന്നൊക്കെയാണ്. പക്ഷേ ഇതുപോലെ ഖുർആനിന് വിരുദ്ധമായ പരാമർശങ്ങളും അഹ്ലുസുന്നയുടെ ആദർശത്തിന് വിരുദ്ധമായ പരാമർശങ്ങളൊക്കെയാണ് മൗലിദിലുള്ളത്. അത് ഈ ആളുകൾക്ക് അറിയില്ല. മാത്രമല്ല, ഇതൊരു തരം ചൂഷണമായിരുന്നു. എനിക്ക് വേറൊരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഈ റബീഉൽ അവ്വലൊക്കെ വന്നു കഴിഞ്ഞാൽ നിരന്തരമായി എല്ലാ വീട്ടിലും മൗലൂദ് ഉണ്ടാവും. മൗലിദുകൾ ഓദിപ്പിക്കുക എന്നുള്ളത് ഉസ്താദുമാരുടെ ഒരു അജണ്ടയാണ്. അപ്പോഴേ അവർക്ക് വരുമാനം കിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഓതണ്ടെന്ന് പറഞ്ഞാൽ അവരെ വരുമാനം കിട്ടും. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർക്ക് നല്ല ശമ്പളം കൊടുക്കുക, എന്നിട്ട് സത്യം തുറന്ന് പറയിപ്പിക്കുക എന്ന്. കുറേ ഉസ്താദുമാർക്കൊക്കെ ഇതറിയാം. പക്ഷെ അവർ പറയും നമുക്ക് ഈ ഹാരിജിയായി ഇത്ര വരുമാനം അല്ലാതെ വേറെ എന്താ ഉള്ളതെന്നൊക്കെയാണ്. അപ്പം അങ്ങനെ പിന്നെയും ഒരുപാട് ഈ സംശയങ്ങളുമായി നിരന്തരം ഉസ്താദുമാരെ സമീപിക്കൽ തന്നെയായിരുന്നു ആ കാലത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി. കാരണം 9-10 മണിയാകുമ്പോഴത്തേക്കൊക്കെ മദ്രസ കഴിയും, പിന്നെ 2 നേരത്തെ ഒരു നിസ്കാരം മാത്രമേ ഉള്ളൂ. അതിന് പകൽ ബാക്കി ഇഷ്ടംപോലെ സമയമാണ്. അങ്ങനെ പിന്നെയും പലയിടങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇതേ സംശയം തന്നെ വേറൊരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകുന്ന വേറൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്.